ഡെയിലി 5Q സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, ക്യാൻ ഐ ഹാവ് ഡാഷ് ഓംലെറ്റ്? ക്യാൻ ഐ ഹാവ് ഡാഷ് ഓംലെറ്റ്? ഈ ഓംലെറ്റ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് കറക്ഷൻ ചോദിച്ചുള്ള ചോദ്യമാണ്. OMELETTE. എങ്ങനെ ഓർത്തിരിക്കാം? ഓം ലെറ്റ് എന്ന് ഓർത്താൽ മതി. ഓം എന്നിങ്ങനെ എഴുതാം, OME. ലെറ്റ് LETTE. അപ്പോൾ എം കഴിഞ്ഞ് ഇ വരണം എന്നത് ഓർമ്മയിലിരിക്കുക. അപ്പോൾ അത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഡാഷ് കഴിഞ്ഞ് വരുന്ന വാക്കുകൾക്കനുസരിച്ചാണ് നമ്മൾ ആർട്ടിക്കിളുകൾ എഴുതേണ്ടത്. ഡാഷ് കഴിഞ്ഞ് വരുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ, സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ മുതൽ അം വരെ ഉള്ള അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നിൽ ആൻ ചേർത്ത് പറയാം, അല്ല എങ്കിൽ എ ചേർത്ത് പറയാം. നോക്ക്, ഓംലെറ്റ് എന്ന വാക്ക് എങ്ങനെ ഉച്ചരിക്കുന്നു? ഓ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ എന്ത് ചേർത്ത് പറയാം? ആൻ ഓംലെറ്റ് എന്ന് ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസ്. നോ ന്യൂസസ് ആർ ഗുഡ് ന്യൂസ്. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ തെറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ന്യൂസാണ്. ന്യൂസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണുകളാണ്. ഈ അൺകൗണ്ടബിൾ നൗണുകൾ നമ്മൾ പ്ലൂറലാക്കി പറയാറില്ല. അൺകൗണ്ടബിൾ നൗണുകൾ എപ്പോഴും സിംഗുലാർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അൺകൗണ്ടബിൾ നൗണിനോടൊപ്പം എസ് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ന്യൂസസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ന്യൂസ്, അതുപോലെ അഡ്വൈസ്, അതുപോലെ ഫർണിച്ചർ, അതുപോലെ ഫുഡ്, ബ്യൂട്ടി, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് ബാഗേജ്, ഇതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? അൺകൗണ്ടബിൾ നൗണുകളെന്ന് പറയാം. മണി, ഇൻഫർമേഷൻ, ന്യൂസ്, ഫുഡ്, ബാഗേജ്, പിന്നെ അതേപോലെ ബ്യൂട്ടി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? അൺകൗണ്ടബിൾ നൗണുകളാണ്. ഇവ എസ്സിൽ അവസാനിക്കാറില്ല. അതായത് നമ്മൾ പ്ലൂറലാക്കാൻ വേണ്ടി എസ് ഇട്ട് അവസാനിപ്പിക്കാറില്ല. ഇവയെല്ലാം അൺകൗണ്ടബിൾ നൗണുകളെല്ലാം സിംഗുലാറായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അൺകൗണ്ടബിൾ നൗൺ കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലാർ വെർബുകളെ വരാറുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 തെറ്റുകൾ കണ്ടെത്താം. ന്യൂസസ് എന്ന് വേണ്ട, ന്യൂസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ അതേപോലെ അടുത്ത് ആർ എന്നത് പ്ലൂറലാണ്, അവിടെ ഈസ് എന്ന് ആക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഏത് ഉത്തരമായിട്ട് വരും? നോ ന്യൂസ് ആർ മാറിയിട്ട് ഈസ് ആവും. അപ്പം നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്നത് ഓപ്ഷനിലുണ്ടാ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ്, ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തത് നോ ന്യൂസസ്, അവിടെ ന്യൂസസ് വന്നിരിക്കുന്നു, തെറ്റാണ്. മൂന്നാമത്തെ നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസസ്, ലാസ്റ്റ് ന്യൂസസ് എന്ന് വന്നിരിക്കുന്നു, തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ നോ ന്യൂസ് ആർ ഗുഡ് ന്യൂസ്, അവിടെ ആറാണ് കിടക്കുന്നത്, പ്ലൂറൽ വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്? ന്യൂസ് കഴിഞ്ഞാൽ സിംഗുലാർ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ന്യൂസ്, അഡ്വൈസ്, ബ്യൂട്ടി, ഇൻഫർമേഷൻ, ബാഗേജ്, പിന്നെ ഫുഡ്, ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്താ പറയാം? മണി, വാട്ടർ, ഇതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? അൺകൗണ്ടബിൾ നൗണുകളാണ്. ഇത് കഴിഞ്ഞ് വരുന്ന ഉത്തരങ്ങൾ സിംഗുലാർ ആയിരിക്കണം. അടുത്ത ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. രേഖ വിൽ ഹാവ് എ ടി. നമുക്ക് 2 തന്നിരിക്കുന്ന ചോദ്യത്തിൽ 2 ഓക്സിലറി വെർബുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. ഇവിടെ വില്ലും ഹാവും വന്നിരിക്കുന്നു, വില്ലിനനുസരിച്ച് ടാഗ് ചെയ്യുന്നു. വില്ല് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വില്ലിനോടൊപ്പം നോട്ട് വരുമ്പോൾ വോണ്ട്, രേഖയ്ക്ക് പകരം ഷീ ചേർക്കുന്നു. വോൺ ഷീ ഓപ്ഷനിലുണ്ടാകുന്ന നോക്കുക. ഒന്നാമത്തെ വിൽ ഷീ ആണ്, രണ്ടാമത്തെ ഹാവിൻ്റെ ഷീ ആണ്, മൂന്നാമത്തത് ഷീ വില്ലാണ്, നാലാമത്തത് വോണ്ട് ഷീ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. 2 ഓക്സിലറി വെർബുകൾ വന്നാൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, ഡാഷ് ഐ ഡാഷ് ബ്രാക്കറ്റിൽ വർക്ക് എന്ന് പറയുന്ന വെർബ് തന്നിട്ടുണ്ട്. ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം ടെൻസുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ ഹാസ് ബീൻ ഓർ ഹൗ ബീൻ
പ്ലസ് ING ഉത്തരമായിട്ട് വരണം. സിൻസ് ഫോർ വരുന്ന സെൻറ്റൻസുകളുടെ ഉത്തരം ഏത് വരാം? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. ആ റൂൾ അനുസരിച്ചാണ് ഉത്തരം എഴുതുന്നത്. ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കുക, ഇവിടെ ഫോർ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരണം? ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് ING. ഇവിടെ ഐ എന്ന് പറയുന്ന പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഹാഡ് ബീൻ പ്ലസ് INGയും സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസുകളിൽ ഹാഡ് ബീൻ പ്ലസ് INGയും ഉത്തരമായിട്ട് എഴുതാം. നമുക്ക് ഓപ്ഷനിൽ ഹാഡ് ബീൻ പ്ലസ് INGയും ഉണ്ട്, അപ്പോൾ അതും ഉത്തരമായിട്ട് എഴുതാം. എന്നാൽ ഈ സെൻറ്റൻസിൽ വരില്ല. നമുക്ക് എങ്ങനെ കണ്ടെത്താം ഇത്തരം സെൻറ്റൻസ് ഹാഡ് ബീൻ പ്ലസ് ING വരുന്ന സെൻറ്റൻസ് ആണോ എന്ന്? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുമായിരിക്കും, ഹാഡ് ബീൻ പ്ലസ് INGയും ഉത്തരം വന്നൂടെ എന്ന്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെൻറ്റൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നാൽ മാത്രം ഹാഡ് ബീൻ പ്ലസ് ING എഴുതിയാൽ മതി. ഇപ്പോൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ദാറ്റ് ഒന്നോ ദോസ് ഒന്നോ ലാസ്റ്റ് ഒന്നോ ഇത്തരത്തിലുള്ള പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും വന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന ഓക്സിലറിയാണ് ആം എന്ന് പറയുന്ന പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറിയാണ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് വരില്ല? ഹാഡ് ബീൻ പ്ലസ് ING വരില്ല. ഇൻ കേസ് അവിടെ വാസ് വല്ലതും ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാമായിരുന്നു? ഹാഡ് ബീൻ പ്ലസ് ING എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് ബീൻ പ്ലസ് ING. അടുത്ത ചോദ്യമാണ് ഐ വിൽ ഗോ ദെയർ ഡാഷ് ടുമോറോ. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്നുണ്ട് ഓപ്ഷനിൽ, ഓണ്, അറ്റ്, നോ പ്രിപ്പോസിഷൻ. നമുക്ക് ടുമോറോ എന്ന് പറയുന്ന വാക്കിന് മുന്നിൽ പ്രിപ്പോസിഷനൊന്നും വേണ്ട. ഓർമ്മയിലിരിക്കുക, നോ പ്രിപ്പോസിഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ടുമോറോ, അതുപോലെ ടുഡേ, അതുപോലെ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഫോളോയിങ് ഡേ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് മുന്നിൽ നോ പ്രിപ്പോസിഷനാണ്. എന്നാൽ ആഴ്ചകളുടെയൊക്കെ പേരിന് മുന്നിൽ ഓൺ എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് പറയണം. ഓൺ വെനസ്ഡേ, ഓൺ സൺഡേ, ഓൺ സാറ്റർഡേ. മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് പറയണം. ഇന്ന് ഏപ്രിൽ, ഇൻ മെയ്, ഇൻ ജൂണ് ഇങ്ങനെയൊക്കെ ചേർത്ത് പറയുക. അപ്പം ടുമോറോ, ടുഡേ, അതുപോലെ യെസ്റ്റർഡേ, ഫോളോയിങ് ഡേ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് മുന്നിൽ പ്രിപ്പോസിഷൻ വേണ്ട.